നമസ്കാരം. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ വിഷയം പഠിക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് പഠിച്ചു പോവാം. ഇപ്പം വളരെ ഹോട്ട് ടോപ്പിക്കായിട്ട് അസ്ട്രോളജിയിൽ പോകുന്ന ഒരു കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം, ജൂപ്പിറ്ററിൻ്റെ പെട്ടെന്നുള്ളൊരു ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി വ്യാഴം മിഥുനത്തിലേക്ക് മാറി, അതിനുശേഷം കർക്കിടകത്തിലേക്ക് പെട്ടെന്ന് ഒരു മാറ്റം വന്നു. അത് വ്യാഴത്തിൻ്റെ അതിചാരം എന്നാണ് പറയുന്നത്. അതിചാരം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിലെ വളരെ പ്രധാനപ്പെട്ടതും സവിശേഷവുമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് ജൂപ്പിറ്ററിൻ്റെ ആക്സിലറേഷൻ മോഷൻ. അതായത് വളരെ ഫാസ്റ്റായിട്ട് ഇത് മുന്നോട്ട് പോകും. റെട്രോഗ്രേഡ് അഥവാ വക്രം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റ് സാധാരണ മുന്നോട്ട് പോകുന്നതിനേക്കാട്ടിലും അത് പുറമോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ ജൂപ്പിറ്റർ ഇങ്ങനെ പുറമോട്ട് പോകുന്നതായിട്ട് തോന്നും. അത് ഈ രണ്ട് ഗ്രഹങ്ങൾ തമ്മിലുള്ള സഞ്ചാരം നടക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു പ്രതിഭാസം. അത് വാസ്തവത്തിൽ ഗ്രഹങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, പക്ഷേ നമുക്കിവിടെ നിന്ന് നോക്കുമ്പം നമുക്ക് അങ്ങനെയാണ് തോന്നുന്ന ഒരു ചില പ്രതിഭാസങ്ങൾ ഉണ്ട്. അപ്പം അതിപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അടുത്തൂടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ ആ ട്രെയിൻ മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നും. നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ട്രെയിൻ മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നും. അതൊരു പ്രതിഭാസമാണ്, നമുക്ക് കണ്ണിന് തോന്നുന്ന ഒരു ഇല്യൂഷൻ പോലെയാണത്. പക്ഷെ അത് ജ്യോതിഷത്തിൽ വളരെ വിശേഷമാണ്. അത് ബാക്കിലോട്ട് പോകുന്നതിന് ബാക്ക്വേർഡ് മോഷന് പറയുന്ന പേരാണ് റെട്രോഗ്രേഡ് അഥവാ വക്രം എന്ന് പറയുന്നത്. വക്രഗ്രഹത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. അത് ഈ പാസ്റ്റ് ലൈഫായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ, ഡെസ്റ്റിനിയുമായിട്ട് വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമുക്ക് വക്രഗ്രഹങ്ങളെക്കുറിച്ച് നോക്കാം, അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതിചാരം എന്നുള്ളതാണ്. അതിചാരം എന്ന് പറയുന്നത് ആക്സിലറേഷൻ മോഷൻ, അതായത് സ്പീഡ് കൂടുന്നതായിട്ട്. അതായത് നമ്മൾ ഇവിടുന്ന് ജൂപ്പിറ്ററിനെ നോക്കുന്ന സമയത്ത് ജൂപ്പിറ്റർ വളരെ വേഗത്തിൽ, സാധാരണയുള്ള ഒരു മോഷനിൽ നിന്നും അല്ലാതെ വളരെ വേഗത്തിൽ സ്പീഡിൽ ഇത് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര സ്പീഡിൽ ഒരു രാശിയിൽ നിന്നും തൊട്ടടുത്ത രാശിയിലേക്ക് പടപടപടാന്ന് പോകുന്നത്, ചന്ദ്രനും ബുധനും ഒക്കെ പോകുന്ന പോലെ വളരെ വേഗത്തിൽ ഇത്രയും അകലെ നിൽക്കുന്ന ഈ സ്ലോ മൂവിങ് പ്ലാനറ്റ് ആയിട്ടുള്ള ജൂപ്പിറ്റർ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇറ്റ്സ് കോൾഡ് അതിചാരം എന്ന് പറയുന്നത്. ജൂപ്പിറ്റർ അതിചാരം എന്ന് പറയും. അതൊരു വളരെ ഗഹനമായ ഒരു വിഷയമാണ്. നമുക്കതൊരു അത്യാവശ്യം വിശദമായിട്ട് തന്നെ പഠിക്കാം, ഒരു 2-3 വീഡിയോകളിലായിട്ട് പഠിക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നവർക്ക് അവർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണം എന്ത് ദോഷം എന്നുള്ളതായിരിക്കും ആദ്യം ചിന്ത വരുന്നത്, അല്ലേ? പക്ഷേ സ്കോളേഴ്സ് ആയിട്ടുള്ളവർ, ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, അല്ലെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കുന്നവർ കൂടെ വേണ്ടിയിട്ട് ഞാൻ ഈ വിഷയം വിശദമായിട്ട് തന്നെ പറയാം. ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇപ്പം സാധാരണ വ്യാഴത്തിൻ്റെ ചലനം എന്ന് പറയുന്നത് ഏകദേശം 11 വർഷം തൊട്ട് 12 വർഷത്തിനുള്ളിൽ വരുന്ന ഒരു സമയമാണ്. 11 വർഷത്തിൽ ചില്ലുവാനം ദിവസം 12 വർഷം ഒന്ന് കൂട്ടിക്കോളൂ. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷക്കാലമാണ്. അപ്പോൾ വ്യാഴം ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം നിൽക്കും. 12 രാശിയാണല്ലോ രാശിചക്രത്തിനുള്ളത്. അപ്പോൾ അതിചാരം എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഭൂമിയുടെയും വ്യാഴത്തിൻ്റെയും റിലേറ്റീവ് മോഷൻ കാരണം, ആപേക്ഷിക ചലനം കാരണം വ്യാഴം അതിൻ്റെ സാധാരണ വേഗതയെക്കാട്ടിലും കൂടുതൽ സ്പീഡിൽ പോകുന്നതായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമുക്കത് ദൃശ്യമാകും. ഈ സമയത്ത് ഒരു വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ വ്യാഴം തൊട്ടടുത്ത രാശിയിലേക്ക് ചാടിപ്പോവും. ചാടി അങ്ങ് ഭയങ്കര സ്പീഡിൽ 1, 2 ഒക്കെ തൊട്ടടുത്ത രാശിയിലേക്ക് ഇതങ്ങ് ചാടിപ്പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതിൻ്റെ പേരാണ് അതിചാരം എന്ന് പറയുന്നത്. ഇങ്ങനെ ചാടി അങ്ങ് പോകും. അതായത് പെട്ടെന്ന് ഇപ്പം 2025 നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. 2025 ലാസ്റ്റ് നവംബറിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം 2025 ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ച് കാലം മുമ്പാണ് വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് ചാടിയത്. എന്നാൽ മിഥുനത്തിൽ ഒരു വർഷം നിൽക്കേണ്ടതാണ്. പക്ഷേ ആ ഒരു വർഷം നിൽക്കുന്നതിന് മുമ്പ് മിഥുനത്തിൽ നിന്ന് നേരെ കർക്കിടകത്തിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ ചന്ദ്രഗ്രഹണം കഴിഞ്ഞപ്പോഴത്തേക്ക് കർക്കിടകത്തിലേക്ക് ഇദ്ദേഹം നേരെ ഇങ്ങ് ചാടിപ്പോന്നു. അപ്പോൾ അത് നമുക്ക് തോന്നുകയാണ്, ഞാൻ പറഞ്ഞില്ലേ റിലേറ്റീവ് മോഷൻ കാരണം നമുക്ക് ദൃശ്യമാവുന്നത് അങ്ങനെയാണ്. പക്ഷേ അസ്ട്രോണമിയിൽ അതിനെ ഒരു പ്രതിഭാസമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും
ജ്യോതിഷത്തിൽ ഭൂമിയിൽ നിന്നും എർത്ത് സെൻട്രിക് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അത് ഭൂമിയിൽ ചില നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സൂചനകളാണ് എന്നുള്ളതാണ്. ഗ്രഹങ്ങൾ സൂചകങ്ങളായതുകൊണ്ട് തന്നെ ഭൂമിയിൽ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ മോഷന് പറയുന്നത്, അതിചാരത്തിന്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ അതിചാരത്തിൽ ഒരു കാലയളവ് പൂർത്തിയാക്കുക. ഇപ്പം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പോയ വ്യാഴം 1 വർഷം അവിടെ നിൽക്കണം. പക്ഷെ 1 വർഷം അവിടെ നിൽക്കാതെ അവിടുത്തെ കാലാവധി പൂർത്തിയാക്കാതാണ് അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് ചാടിപ്പോയത്, കർക്കിടകത്തിലേക്ക് പോയത്. പക്ഷെ കർക്കിടകത്തിൽ നിന്ന് തിരിച്ച് ഈ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ തിരിച്ച് വ്യാഴം ബാക്കിലേക്ക് വരും. അതാണ് റെട്രോഗ്രേഡ്. തിരിച്ച് നിന്ന സ്ഥലത്തേക്ക്, നിന്ന രാശിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തിരിച്ച് വീണ്ടും ആ പോയിന്റിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ പേരാണ് വക്രം എന്ന് പറയുന്നത്, റെട്രോഗ്രേഡ് എന്ന് പറയുന്നത്. അതിനുശേഷം നേരെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. വീണ്ടും നോർമലായിട്ട് സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ ഇത് ഈ ഭൂമിയുടെയും അച്ചുതണ്ടിലുള്ള കറക്കവും അതുപോലെ തന്നെ ഈ ജൂപ്പിറ്ററും തമ്മിലുള്ള ഒരു ഇത് വരുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി പോകുമ്പം നമുക്ക് ഇവിടെ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത് ബാക്കിലേക്ക് മുന്നോട്ട് പോകുന്ന അതിചാരം, അത് തിരിച്ച് വീണ്ടും ബാക്കിലേക്ക് വരുന്ന റെട്രോഗ്രേഡ് വക്രം, അതേപോലെ തന്നെ അവിടെ നിന്ന് വീണ്ടും നോർമലായിട്ട് പോകുന്നതിൻ്റെ പേരാണ് ഡയറക്റ്റ് മോഷൻ. അത് കൃത്യമായ മാർഗത്തിലൂടെ അത് നേരെയുള്ള ചലനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പം എന്നിട്ട് നോർമലായിട്ട് പോയി അതടുത്ത് കർക്കിടകത്തിലേക്ക് അതിൻ്റെ കാലമാകുമ്പോൾ അങ്ങോട്ട് സംക്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അതിചാരം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു രൂപരേഖയായിട്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ട്രെയിലർ കട്ട് വരും അല്ലേ, ഒരു 3 മണിക്കൂർ അല്ലെ 3.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ 2.5 മണിക്കൂറുള്ള ഒരു സിനിമയുടെ ഒരു 2 മിനിറ്റ് 1.5 മിനിറ്റുള്ള ടീസറും ട്രെയിലറും ഒക്കെ വരും. അത് ആ സിനിമയെക്കുറിച്ചുള്ള ഒരു രൂപരേഖ അത് തരും. മിക്ക ട്രെയിലറുകളും അത് തരും. അപ്പോൾ അത് അങ്ങനെ ഒരു ട്രെയിലറാണ്, വരാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പ്രിവ്യൂ പോലെ അല്ലെങ്കിൽ ഒരു ട്രെയിലർ പോലെയാണ് ഈ അതിചാരം എന്ന് പറയുന്നത്. അതിചാരത്തിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് ഫലങ്ങളുണ്ട്. കൂടുതലും ചീത്ത ഫലങ്ങളാണ് ബുക്സിൽ കാണുന്നതും പുതിയ റിസർച്ചേഴ്സ് പറയുന്നതും ഒബ്സർവ് ചെയ്യുന്നതൊക്കെ. അതിചാരം പലപ്പോഴും ഈ അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നവർക്കൊരു നല്ല ടോപ്പിക്കാണ്, റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഒരു നല്ല ടോപ്പിക്കാണ്. അപ്പം അതിചാരത്തിൻ്റെ ഫലങ്ങൾ വളരെ വേഗതയേറിയതായിരിക്കും, പെട്ടെന്ന് വരും. അത് തീവ്രവുമായിരിക്കും, എന്നാൽ പലപ്പോഴും അസ്ഥിരവുമായിരിക്കും. അതിചാരത്തിനെ കുറിച്ചൊരു നമുക്കൊരു 3-4 ക്ലാസ്സുകളിലായിട്ട് അത് പറഞ്ഞു തീർക്കാം. അപ്പം നല്ല ഫലങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം എങ്ങനെയൊക്കെ ഇത് നല്ല ഫലങ്ങൾ തരും എന്നുള്ളത് നോക്കാം. അതിലൊന്നാമത്തത് പെട്ടെന്നുള്ള അവസരങ്ങളാണ്. വ്യാഴം ഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ്, വിസ്ഡത്തിൻ്റെ ഗ്രഹമാണ്, ദൈവാധീനത്തിൻ്റെ ഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് 2ഉം 5ഉം 9ഉം 11ഉം ഒക്കെ ഭാവത്തിൻ്റെ കാരകൻ കൂടിയാണ് വ്യാഴം. അപ്പം ജാതകത്തിൽ വ്യാഴം നല്ല ബലമുള്ളവരും വ്യാഴത്തിൻ്റെ ദശി അപഹാരമൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ, വ്യാഴം നല്ല ബലപ്പെട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ, അത്യാവശ്യം സുഹൃതങ്ങളും ഈശ്വരകാര്യങ്ങളും ഒക്കെ ചെയ്ത് നന്നായിട്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ അതിചാര സമയത്ത് പെട്ടെന്നുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ തരികയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ഗോചരത്തിലാണെങ്കിലും ട്രാൻസിറ്റിലാണെങ്കിലും ഇപ്പോൾ 8ലൊക്കെ വ്യാഴം സഞ്ചരിക്കുന്നവർക്ക് 9ലേക്കൊക്കെ മാറുമ്പം ആ വ്യാഴത്തിന് 9ലോട്ട് മാറുന്ന ആ കുറച്ച് ഗുണാനുഭവങ്ങൾ കുറച്ച് കാലമെങ്കിലും തരും എന്നുള്ളതും ഉറപ്പാണ്. പ്രത്യേകിച്ച് സ്പിരിച്വൽ ഇൻക്ലൈനേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റിയോടൊക്കെ താല്പര്യമുള്ളവർക്ക് വ്യാഴം അതിചാരത്തിൽ പോകുന്ന സമയത്ത് അവർക്ക് സ്പിരിച്വലി ഉയരാനൊക്കെ ഒരുപാട് ഗുണങ്ങൾ നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന നല്ല ഫലങ്ങളുടെ ഒരു സൂചന ഇത് തരും. പോസിറ്റീവ് ഗുഡ് എഫക്ട്സിനകത്ത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ പഠനത്തിലെ ഉയർച്ച, അല്ല ജോലിയിലുണ്ടാകുന്ന ഹൈക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നല്ല സൂചനകൾ ഈ സമയത്ത് തരും. അപ്പോൾ ഒരു ജോലിയിൽ ഓഫർ വരാം, അല്ലെങ്കിൽ വിവാഹാലോചനകളൊക്കെ സജീവമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ചെയ്യാൻ പോകുന്നതിന് ഉള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന വിഷയങ്ങളിലൊക്കെ
സാഹചര്യങ്ങൾ ഒരുങ്ങി വരാം, ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ വേഗത്തിൽ പുരോഗതികൾ വരാം. കുറേ കാലമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ടും പെട്ടെന്ന് നന്നായി വരുന്നതായിട്ടും നമുക്ക് തോന്നാം. ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫലങ്ങൾ, ഗുഡ് എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പഠിച്ചതും അത് ഒബ്സർവ് ചെയ്തതുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി മോശഫലങ്ങൾ നോക്കാം, ദോഷഫലങ്ങൾ കൂടുതൽ നോക്കാം. കലിയുഗമായതുകൊണ്ടായിരിക്കാം നമ്മൾ കൂടുതലും ആസുരിക വിഷയങ്ങളെ ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയമാണ് അതിചാരം എന്ന് പറയുന്നത്. ദൈവീകത ഒരുപാട് പ്രപഞ്ചത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയമാണ് അതിചാരകാലം എന്നാണ് ജ്യോതിഷ വിശ്വാസികളുടെ, ജ്യോതിഷ പണ്ഡിതന്മാരുടെ ഒരു അനുഭവവും അവരുടെ ഒരു ഒബ്സർവേഷനും. അപ്പം കൂടുതലും കലിയുഗത്തിൽ ഒരുപാട് ആസുരിക നേച്ചർ കൂടിക്കൂടി വരുമ്പം ഈ അതിചാര സമയത്ത് പല കാര്യങ്ങളും ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട്, ഒരു പ്രപഞ്ചത്തെ വഴിമാറ്റി വിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനുഷ്യരാശിയെ തന്നെ പല രീതിയിൽ വഴിമാറ്റി വിടാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഒരു സാധാരണ മനസ്ഥിതിയിൽ നോക്കുമ്പോൾ അതൊക്കെ ബാഡ് എഫക്ട്സ് ആയിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അസ്ഥിരതയാണ്. അസ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം അതിചാരത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഓഫറുകൾ, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യത വരും, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതകൾ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളിൽ പോയി പെടാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനൊക്കെ ഉള്ളൊരു ഇത് വരും. നിങ്ങളുടെ വ്യാഴം അതിചാരത്തിൽ വന്ന ഒരു ദൈവാധീനം വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ റുട്ടീൻ റെഡിയാക്കാൻ ഉള്ള ഒരിത് വരും. നല്ല പോലെ ജീവിത ശൈലികൾ റെഡിയാക്കി നല്ല ഒരു ക്വാളിറ്റി ഹ്യൂമൻ ബീയിങ്, ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാനുള്ളൊരു മടിയൊക്കെ മാറിയൊരു ഇത് വരും. പക്ഷേ വക്രത്തിലേക്ക് പോകുമ്പം, പഴയ രാശിയിലേക്ക് പോയി അത് റെട്രോഗ്രേഡ് പോകുന്ന സമയത്ത് പെട്ടെന്ന് കാറ്റടിച്ചു വിട്ട ബലൂൺ പോലെ തന്നെ നമ്മളുടെ ആ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയോ മരവിക്കപ്പെടാനോ സാധ്യതയുണ്ട്. അത് ഓരോരുത്തർക്കും ഏതാണോ മേഖല, ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു റെട്രോഗ്രേഡ് മോഷനിൽ ഒരു മരവിപ്പോ അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെടലോ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു ബാഡ് എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഫാൾസ് ഹോപ്പാണ്. തെറ്റായ പ്രതീക്ഷ. ലഭിച്ച നേട്ടങ്ങൾ സ്ഥിരമാകും, അല്ലെങ്കിൽ ഇതെനിക്ക് സ്ഥിരമായിട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചില തീരുമാനങ്ങൾ എടുത്ത് കളയും. ചിലപ്പോൾ നന്നായിട്ട് പോകുന്ന സമയത്ത് വേറൊരു കമ്പനിയിൽ നിന്നൊരു ഓഫർ വരും, അതവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകും. കുറേ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്നതായിരിക്കും, പക്ഷേ അതിട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് അവിടുത്തെ കമ്മ്യൂണിറ്റിയായിട്ട് സെറ്റ് ആവാതെ റെട്രോഗ്രേഡ് ആകുമ്പോഴത്തേക്ക് ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനിറങ്ങി ഹ്യൂജ് എമൗണ്ട് നഷ്ടമായിട്ട് നിങ്ങളുടെ ഒരു നല്ല സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇടപെട്ട് വളരെ നമ്മൾ ആ ഒരു ഫാൾസ് ഹോപ്പ് എന്ന് പറയത്തില്ല, അത് ഒരു തെറ്റായ പ്രതീക്ഷയിലേക്ക് പോയിട്ട് പരാജയത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി, ആ റെട്രോഗ്രേഡ് മോഷൻ വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതിചാരം ഒരു എടുത്തുചാട്ടത്തിനുള്ള സമയവും കൂടിയാണ് പലർക്കും എന്ന് പറയുന്നത്. ജ്ഞാനം, വിവേകം, അതേപോലെ പല കാര്യങ്ങളും, ദൈവാധീനമുള്ള പല കാര്യങ്ങളും, സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന് സ്പീഡ് കൂടുമ്പോൾ, അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴവേ ആളുകൾ വിവേകശൂന്യമായിട്ട് എടുത്തു ചാടി, കാരണം അവർക്ക് ദൈവാധീനമില്ലെങ്കിൽ അവർക്കിത് കാണുമ്പോഴത്തേക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിവേകശൂന്യമായിട്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിതരാകും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും കുറച്ച് കാലം, ഒരു 4-5 മാസം സസ്റ്റെയിൻ ചെയ്തിട്ട് റെട്രോഗ്രേഡ് മോഷനിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒബ്സർവ് ചെയ്യാൻ വിട്ടുതരുന്നു. അസ്ട്രോളജി സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു കാലമാണ് ഈ പറയുന്ന അതിചാരകാലം എന്ന് പറയുന്നത്. ഈ അതിചാര കാലഘട്ടത്തിൽ ലോകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ടാവാം. ലോകത്തിനൊരു ട്രാൻസ്ഫോർമേഷൻ വരാം, വാറ് വരാം, വൈറസ് പ്രോബ്ലംസ് വരാം, വേൾഡിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം. അതുപോലെ തന്നെ സാമ്പത്തിക രംഗം, എക്കോണമിയിലൊക്കെ ഉണ്ടാവുന്ന എക്കണോമിക് ബബിൾ പോലുള്ള കാര്യങ്ങൾ വരാം. അതുപോലെ തന്നെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് അതിചാരത്തിൻ്റെ എന്താണെന്നും ഒക്കെ ഉള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫോർവേഡായിട്ട് പോകുന്ന ഒരു സമയം, അതായത് അതിചാര സമയം എന്ന് പറയുന്നത് കൂടുതലും അസ്ട്രോളജേഴ്സ് ഈ മാനുഷിക വിഷയങ്ങളെക്കാട്ടിലും കൂടുതൽ ലോകത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസ്ട്രോളജി ഏരിയകളുണ്ട്. ആ ഏരിയകളിൽ ഇതിൻ്റെ ഒരുപാട് പഠനങ്ങളുണ്ട്. ഞാൻ അധികം കൈവെക്കാത്ത ഒരു ഏരിയ അത്. എന്നാൽ പോലും ഞാൻ കൂടുതലും മാനുഷിക വിഷയങ്ങളും മനുഷ്യൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും ഈ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിലുമാണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ചില ആൾക്കാർ ദേവവിഷയങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യും, ചില ആൾക്കാർ മെഡിക്കൽ അസ്ട്രോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യും. അസ്ട്രോളജിയുടെ വേറൊരു ബ്രാഞ്ചുണ്ട്, ഈ മുൻഡെയിൻ അസ്ട്രോളജി എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ആ അസ്ട്രോളജി ബ്രാഞ്ചിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ അനാലിസിസ് ചെയ്യുന്നതും പ്രെഡിക്റ്റ് ചെയ്യുന്നതും വേൾഡ് ഇവൻറ്റ്സാണ്. അതായത് സച്ച് ആസ് പൊളിറ്റിക്സ്, അതേപോലെ എക്കണോമിക്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, സോഷ്യൽ മൂമെൻറ്റ്സ്. ഇപ്പം ചില ഒരു നേഷൻ്റെ ഭാവി എന്താണ്, അല്ലെങ്കിൽ സിറ്റിയുടെ ഭാവി എന്താണ്, ഇപ്പം ഗ്ലോബൽ ഫിനോമിനൻ അവർ ഇതിന് എങ്ങനെ മാറ്റം വരും എന്നുള്ളത് സെലിസ്റ്റിയൽ ഇൻഫ്ലുവൻസിനെ വെച്ച് എങ്ങനെയൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ സെലിസ്റ്റിയൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഈ ഗ്ലോബലിൽ എന്തൊക്കെ മാറ്റം വരാം എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു സെഗ്മെൻറ്റ്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാൻ അധികം അങ്ങനെ നോക്കിയിട്ടില്ല. കേരളം പോലൊരു സ്ഥലത്തിരുന്നത് പറയുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട്. കാരണം പണ്ടത്തെ നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ളൊരു അസ്ട്രോളജർ ഈ ഒരു ഏരിയ കൈകാര്യം ചെയ്ത സമയത്ത് അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയായിരുന്നു. അതില്ലേ, ഈ വർഷം മഴയൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആ വർഷം പ്രളയമായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതൊന്നും ആരും എടുത്തിട്ടില്ല. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തെ ട്രോളി നശിപ്പിച്ചു കളഞ്ഞു. അത് സിനിമ വാഴ എന്ന് പറയുന്ന സിനിമയുടെയൊക്കെ അവസാനം വരെ അതിൻ്റെ ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, അത് ആൾക്കാർ കളിയാക്കിക്കോട്ടെ, അത് എൻ്റെ തെറ്റാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാണ്, മനുഷ്യനല്ലേ എനിക്ക് തെറ്റ് പറ്റാം, പക്ഷേ ശാസ്ത്രത്തിൻ്റെ കുഴപ്പമല്ല എന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ അബദ്ധങ്ങൾ വരാം, മനുഷ്യന് അബദ്ധങ്ങൾ വരാമല്ലോ. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ആ ഏരിയയിൽ, പ്രത്യേകിച്ച് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഏരിയകളാണ് ഈ പൊളിറ്റിക്സും, അതുപോലെ തന്നെ ഈ എക്കണോമിക്കലും ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചും സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്ത് ആ ഒരു ഏരിയയെക്കുറിച്ച് ന്യൂസ് പോലും ഞാൻ അങ്ങനെ അധികം കാണാത്ത ഒരാളാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം മാനുഷിക വിഷയങ്ങളും ഇമോഷണൽ ഡിസാസ്റ്റേഴ്സിൽ നിന്നും ആൾക്കാരെ എങ്ങനെ കൈപിടിച്ച് കയറ്റാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം, കൂടുതലും ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ കുറച്ച് സ്പിരിച്വലായിട്ടുള്ള ഒരു സൈഡിലാണ്, ഒരു ഇന്നർ വേൾഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ഇന്നർ വേൾഡിന് വേണ്ടിയിട്ടുള്ള സോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും അസ്ട്രോളജി ആ ഒരു രീതിയിലും ആ ഒരു ഏരിയയിലുമാണ് ഞാൻ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതും ഞാൻ ശ്രമിക്കുന്നതും ഞാൻ പഠിക്കുന്നതും എൻ്റെ ഒബ്സർവേഷൻസ് എല്ലാം ആ ഏരിയയിലാണ്. പക്ഷേ ഈ അതിചാരം പോലുള്ള വിഷയം പറയുന്ന സമയത്ത് ഈ ഒരു വേൾഡ് ഇവൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ വേൾഡ്ലി ഇവൻറ്റ്സിൻ്റെ ഒരു അനാലിസിസ് കൂടെ പറഞ്ഞാൽ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടെ മനസ്സിലാകും അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും എന്നുള്ളത് തോന്നുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലോകത്തിലുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ വേൾഡ് പീസ് അല്ലെങ്കിൽ വേൾഡിലുണ്ടാകുന്ന പ്രോബ്ലം, വാറുകൾ, അതേപോലുള്ള കാര്യങ്ങൾ, ലോക സമൂഹത്തിൻ്റെ സൊസൈറ്റിയൽ ട്രാൻസ്ഫോർമേഷൻസ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയൽ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇക്കോണമിയിലുണ്ടാകുന്ന മാറ്റം. കാരണം വ്യാഴം അതിചാരത്തിലായപ്പോൾ സ്വർണത്തിൻ്റെ വിലയൊക്കെ കയറുന്നുണ്ടോ, വ്യാഴത്തിൻ്റെ കാരകത്തിലാണ് സ്വർണ്ണക്കട്ടികൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ വില കയറുന്നതൊക്കെ നമുക്കൊരു ഒബ്സർവേഷൻ പോലെ നമുക്കതൊക്കെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ രോഗങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം വ്യാഴം അതിചാരത്തിൽ വന്ന ഒരു സമയത്തായിരുന്നു കൊറോണ പോലുള്ള കാര്യങ്ങൾ വന്നതും. വേൾഡ് വാർ ഉണ്ടായിട്ടുള്ള സമയത്ത് വ്യാഴം അതിചാരത്തിലായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് അതിചാരത്തിൻ്റെ, അതേപോലെ തന്നെ കാർമിക് സിഗ്നിഫിക്കൻസും, അതുപോലെ തന്നെ ഇതിൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസുകളും അതിനനുസരിച്ചുള്ള സ്പിരിച്വൽ പ്രാക്ടീസുകളും ഒക്കെ നമുക്ക് അതിചാരത്തെ വെച്ച് ഒബ്സർവ് ചെയ്ത് നോക്കാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ വിഷയമൊക്കെ എന്തിനാണ് ഒന്ന് നോക്കി പോകുന്നത്, ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു പ്രിവ്യൂ ആണ്, വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ട്രെയിലറാണ് അല്ലെങ്കിൽ ഒരു ടീസറാണ്
ഈ അതിചാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അത് കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, വിവേകത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അവരവരുടെ ബുദ്ധിയുടെയും അറിവിൻ്റെയും തലത്തിനനുസരിച്ച് ഒരു വിശുദ്ധത്തോടു കൂടിയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്ന നിലയിലേക്ക് ആത്മീയമായും ഭൗതികമായും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നേറാനും സാധിക്കുകയും ചെയ്യും. അപ്പം അതിചാരത്തിൻ്റെ ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വേൾഡിയായിട്ടുള്ള കാര്യങ്ങൾ, ലോകവുമായിട്ട് ബന്ധപ്പെട്ട്, സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട്, സോഷ്യലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുതൽ ചുമ്മാ അതൊന്ന് നോക്കാം, ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.